വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചത് ട്രയാങ്കിളാണ്. ട്രയാങ്കിളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. ട്രയാങ്കിൾ നമ്മൾ കോൺഗ്രുവൻസ് റൂളുകൾ പഠിച്ചു, ഇൻഇക്വാളിറ്റീസ് പഠിച്ചു, ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, ഒരുപാട് ക്വസ്റ്റ്യൻസും ചെയ്തു. സോ ആ ചാപ്റ്ററിലാണ് നമുക്ക് ഇനിയുള്ള ചാപ്റ്ററിൻ്റെ എല്ലാം ബേസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് ചാപ്റ്റർ ക്വാഡ്രിലാറ്ററൽ. നെക്സ്റ്റ് ചാപ്റ്റർ ക്വാഡ്രിലാറ്ററൽസ്. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മെയിനായിട്ട് പാരലോഗ്രാം ബേസ് ചെയ്താണ് എല്ലാം ചെയ്യുന്നത്. ട്രയാങ്കിൾ കോൺഗ്രുവൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുള്ളും. രണ്ടേ രണ്ട് എക്സസൈസേ ഉള്ളൂ, പക്ഷേ അതിനു മുമ്പ് ഫസ്റ്റ് സെക്ഷനിൽ തന്നെ 8 തിയറംസ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്ന മൊത്തം ക്വാഡ്രിലാറ്ററൽസ് വെച്ചാണ്. വാട്ട് ഇൻ ദ ക്വാഡ്രിലാറ്ററൽ ചാപ്റ്റർ ക്വാഡ്രിലാറ്ററൽസ്. ക്വാഡ്രിലാറ്ററൽ മീൻസ് എ 4-sided പോളിഗൺ. അത്രയേ ഉള്ളൂ. 4 സൈഡുള്ള പോളിഗണിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. ഫസ്റ്റ് നമുക്ക് ഈ ചാപ്റ്റർ ഡീൽ ചെയ്യാനുള്ളത് പാരലോഗ്രാം. പാരലോഗ്രാം പാരലോഗ്രാമിന്റെ ഡെഫിനിഷൻ എത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ചതാണ് എ ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 2 പേർ ഓപ്പോസിറ്റ് സൈഡുകളും പാരലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാരലോഗ്രാം. നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് എല്ലാ ഡെഫിനിഷൻസും. സോ എ ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ഈസ് കാൾഡ് പാരലോഗ്രാം. നെക്സ്റ്റ് ഓർക്കേണ്ടതാണ് വാട്ട് ഈസ് റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ ഈസ് ഓൾസോ എ പാരലോഗ്രാം. വാട്ട് ഈസ് റെക്ടാങ്കിൾ? ഞാൻ പാരലോഗ്രത്തിൻ്റെ ബേസിലാണ് റെക്ടാങ്കിൾ പറയാൻ പോകുന്നത്. കാരണം നമ്മളിതിനകത്ത് വലിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം വേണ്ടി വരുന്ന വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. നമുക്ക് റെക്ടാങ്കിളിൻ്റെ സാധാ ഡെഫിനിഷനല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, പാരലോഗ്രാം ബേസിലുള്ള ഡെഫിനിഷൻ. റെക്ടാങ്കിളിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെയും പറയാം. എ പാരലോഗ്രാം ഹാവിങ് ഓൾ ആംഗിൾസ് ആർ 90 degrees കാൾഡ് റെക്ടാങ്കിൾ. അതർവൈസ് എ പാരലോഗ്രാം ഹാവിങ് 1 ആംഗിൾ 90 degrees കാൾഡ് റെക്ടാങ്കിൾ. രണ്ട് ശരിയാണ്. ഒരു പാരലോഗ്രാം നമുക്കറിയാം അറിയിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ആംഗിൾ 90 ആയാലും മതി, അല്ലെങ്കിൽ എല്ലാ ആംഗിളും 90 എന്ന് പറയും. എല്ലാ ആംഗിളും ഓട്ടോമാറ്റിക് 90 ആവും. കാരണം പാരലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ നമുക്കറിയാം. കോഇൻറ്റീരിയർ ആംഗിൾ സപ്ലിമെൻ്ററി ആണ്. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യും, എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പ്രൂവ് ചെയ്യും. കോഇൻറ്റീരിയർ ആംഗിൾ സപ്ലിമെൻ്ററി ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഒരെണ്ണം 90 ആണെങ്കിൽ ഇത് എന്തായിരിക്കും 90 ആവും. ഇത് 90 ആണെങ്കിൽ ഇവിടെ 90 ആവും, ഇവിടെ 90 ആവും. സോ ഓൾ ആംഗിൾസ് ആർ 90 വരും. സോ എ പാരലോഗ്രാം ഹാവിങ് ഓൾ ആംഗിൾസ് ആർ 90 degrees കാൾഡ് റെക്ടാങ്കിൾ. നെക്സ്റ്റ് സ്ക്വയർ. സ്ക്വയറിന് പണ്ട് പഠിച്ച ഡെഫിനിഷൻ തന്നെയാണ്. എന്താണ്? എ റെക്ടാങ്കിൾ ഹാവിങ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ ലെങ്ത് ഈസ് കാൾഡ് സ്ക്വയർ. ഒരു റെക്ടാങ്കിളിൻ്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ. നെക്സ്റ്റ് റോംബസ്. വാട്ട് ഈസ് റോംബസ്? Rhombus means a parallelogram having all sides are equal length is called rhombus. ഒരു റെക്ടാങ്കിളിൻ്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആവുകയാണെങ്കിൽ സ്ക്വയർ. ഒരു പാരലോഗ്രത്തിൻ്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റോംബസ്. ഓക്കെ. നെക്സ്റ്റ് ട്രപ്പീസിയം. വാട്ട് ഈസ് ട്രപ്പീസിയം? What is trapezium? Trapezium means trapezium is a quadrilateral. A quadrilateral in which one pair of opposite sides are parallel and one pair of opposite sides are non-parallel. ഏതെങ്കിലും ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഏതെങ്കിലും ഒരു പെയർ ഈ രണ്ട് സൈഡിൽ ചേരുന്ന പെയർ പാരലാണ്, പക്ഷേ ഈ രണ്ട് സൈഡിൽ ചേരുന്ന പെയറോ പാരലല്ല. സോ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഏതെങ്കിലും ഒരു സെറ്റ് പെയറുകൾ പാരലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രപ്പീസിയം. ഒരു സെറ്റ് പേരുകൾ മാത്രം പാരലാണെങ്കിൽ, രണ്ടും പേരാണെങ്കിൽ പാരലാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് പാരലോഗ്രാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെഫിനേഷനാണ് ഐസോസെൽസ് ട്രപ്പീസിയം. ഐസോസെൽസ് ട്രയാങ്കിൾ പോലെ. സോ ട്രപ്പീസിയം
ഐസോസിലസ് ട്രപ്പീസിയം ഉണ്ട് ഇതിൻ്റെ കൂടെ. ഐസോസിലസ്. ഇതിൻ്റെ എല്ലാം നോട്ട്സ് ഞാൻ അയച്ചു തരാം. ഐസോസിലസ് ട്രപ്പീസിയം. ഐസോസിലസ് ട്രപ്പീസിയം മീൻസ്, ട്രപ്പീസിയം എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഏതെങ്കിലും ഒരു പെയർ ഓഫ് സൈഡ്സ് പാരലൽ ആണെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് ട്രപ്പീസിയം. ഐസോസിലസ് ട്രപ്പീസിയം മീൻസ് in a quadrilateral one pair of sides are parallel and the non-parallel sides are equal. That means non-parallel sides are equal. ഈ നോൺ പാരലൽ ആയിട്ടുള്ള സൈഡ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ട്രപ്പീസിയം നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും പാരലൽ, അതുപോലെ ഈ നോൺ പാരലൽ സൈഡുകൾ ഈക്വലും ആവുകയാണെങ്കിൽ ആ ട്രപ്പീസിയത്തിനെ വിളിക്കുന്ന പേരാണ് ഐസോസിലസ് ട്രപ്പീസിയം. And one more definition, kite. What is a kite? Kite is a quadrilateral. 4 side ഉള്ള. Next, kite ന്റെ ഒരു important definition എന്താണ്? Kite means kite having two distinct pair of adjacent sides are equal. ഇങ്ങനൊരു ഏകദേശം ഒരു ഫിഗർ വരുന്നതാണ് കൈറ്റ്. പഠിച്ചിട്ടുണ്ട്. കൈറ്റിൻ്റെ പ്രത്യേകതയാണ് ടു ഡിസ്റ്റിങ്ക്റ്റ് വ്യത്യസ്തമായിട്ട് ടു ഡിസ്റ്റിങ്ക്റ്റ് പെയർ. ഇത് രണ്ടും ഒരു പെയർ ആയിരിക്കും, ഇത് രണ്ടും ഒരു പെയർ ആയിരിക്കും. അടുത്തടുത്തുള്ള ഇത് രണ്ടും അടുത്തടുത്തുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് അഡ്ജസൻറ്റ് പെയറുകൾ അതിലുണ്ടായിരിക്കും. രണ്ട് അഡ്ജസൻറ്റ് സൈഡുകൾ ചേർന്നൊരു പെയർ, ഇതൊരു പെയർ. സോ ടു ഡിസ്റ്റിങ്ക്റ്റ് pair of adjacent sides are equal. ഇതൊരു ഡിസ്റ്റിങ്ക്റ്റ് പെയറാണ്, ഇതൊരു ഡിസ്റ്റിങ്ക്റ്റ് പെയറാണ്, പക്ഷേ അത് രണ്ടും അഡ്ജസൻറ്റ് സൈഡുകളുമാണ്. അങ്ങനെയുള്ള ഒരു ക്വാഡ്രിലാറ്ററിനെ വിളിക്കുന്ന പേരാണ് കൈറ്റ്. സോ ഇത് മെജോറിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ക്വാഡ്രിലാറ്ററൽസും ഞാൻ ഡെഫിനേഷൻസ് ഓടിച്ച് പറഞ്ഞേ ഉള്ളൂ. നമുക്കിനി ഈ ചാപ്റ്ററിൽ മുമ്പോട്ട് പോകുമ്പോൾ പല തിയറംസിലും പല പ്രോബ്ലംസിലൊക്കെ ഇത് എവിടെയെങ്കിലും ഉപയോഗിച്ച് കാണുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. സോ ഇത്രയും ഡെഫിനേഷൻസ് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൂഫൊക്കെ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്മൾ പ്രൂഫ് ചെയ്ത് തരുമ്പോൾ പെട്ടെന്ന് റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് പെട്ടെന്ന് ആ ഐഡിയ മനസ്സിലോട്ട്. റോംബസ് എന്ന് വെച്ചാൽ എന്താണ്? റോംബസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പാരലോഗ്രത്തിൻ്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആണെങ്കിൽ റോംബസ് ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള വേ നമുക്ക് കിട്ടും. പെട്ടെന്ന് നമുക്ക് തന്നിട്ടുള്ള ക്രൈറ്റീരിയ വെച്ച് ചിലപ്പോൾ പാരലോഗ്രത്തിലെ പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളതായിരിക്കും. പാരലോഗ്രം ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് റോംബസിലേക്ക് മാറാൻ എളുപ്പം പറ്റും. സോ ഈ കൈറ്റ് അങ്ങനെ അധികം യൂസ്ഫുൾ വരുന്നില്ല. കൈറ്റ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ, ഇറ്റ് ഹാവ് ടു ഡിസ്റ്റിങ്ക്റ്റ് പെയർ ഓഫ് അഡ്ജസൻറ്റ് സൈഡ് എന്നൊക്കെ പറഞ്ഞത്. കൈറ്റ് അധികം ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നില്ല. ബാക്കി ഇത്രയാണ് കൂടുതൽ ആപ്ലിക്കേഷൻ. പാരലോഗ്രം, റെക്ടാങ്കിൾ, സ്ക്വയർ, റോംബസ്, ട്രപ്പീസിയം, ഐസോസിലസ് ട്രപ്പീസിയം. ഇതിൻ്റെ ഇത്ര ആപ്ലിക്കേഷൻ നമുക്ക് എന്തായാലും ഇനി വരുന്ന സെക്ഷനുകളിൽ കാണാം. സോ നമുക്ക് അടുത്ത സെക്ഷനിലായിട്ട് പോകാം. പ്രോപ്പർട്ടീസ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ്, പ്രോപ്പർട്ടീസ് ഓഫ് പാരലോഗ്രം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ മെയിൻ ബേസ് ചെയ്ത് ഈ ചാപ്റ്റർ ഫുള്ളും പാരലോഗ്രത്തിലാണ് പറയുന്നത്. സോ പ്രോപ്പർട്ടീസ് ഓഫ് പാരലോഗ്രം ആണ് പറയുന്നത്. നിങ്ങൾ പണ്ട് പഠിച്ചത് തന്നെ പാരലോഗ്രത്തിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടില്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആണ്, അഡ്ജസന്റ് ആംഗിൾ കോയിൻ സപ്ലിമെന്ററി പഠിച്ചിട്ടില്ലേ? ഇതിൻ്റെയൊക്കെ നമ്മൾ പ്രൂഫ് പഠിക്കുന്നു. ഓക്കെ, നമുക്ക് പ്രോപ്പർട്ടീസിലോട്ട് പോകാം. സോ our first theorem ആണ് a diagonal of a parallelogram divides it into two congruent triangles. ഒരു പാരലോഗ്രത്തിന്റെ ഡയഗണൽ അതിനെ രണ്ട് ഈക്വൽ കോൺഗ്രന്റ് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഓബ്വിയസ് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൂവ് ചെയ്ത് നോക്കുകയാണ്. പ്രൂവ് ചെയ്യാൻ പോകുന്നതിന് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെ എഴുതാം. ഗിവൺ ടു പ്രൂവ്, നമുക്ക് ഗിവൺ തന്നിരിക്കുന്ന ഫോർമാറ്റിൽ തന്നെ പോവുകയാണെങ്കിൽ ഗിവൺ തന്നിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ABCD ആണ്. ABCD ഈസ് എ പാരലോഗ്രം. പാരലോഗ്രത്തിന്റെ ഷോർട്ട് ഫോം ആണ് ഡബിൾ ചെയ്യാം. ഇനി പ്രൂവ് ചെയ്യാനുള്ളത്, ടു പ്രൂവ് ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ABC, ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണ് പ്രൂവ് ചെയ്യാൻ. ഓക്കെ, കൺസ്ട്രക്ഷൻ വേണമെങ്കിൽ എഴുതാം. കൺസ്ട്രക്ഷൻ ജോയിൻ. ഫസ്റ്റ് തിയറം ആയിട്ടാണ് ഞാൻ ഇതെല്ലാം ഒരു ഫോർമാറ്റ് കാണിച്ചിരുന്നത്.
ഇനിയാണ് നമ്മുടെ പ്രൂഫ് തുടങ്ങുന്നത്. അർത്ഥത്തിൽ പ്രൂഫ്. ഓക്കെ, നമ്മൾ ഈ 2 ട്രയാങ്കിളും വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അല്ലെ, ഈ 2 ട്രയാങ്കിളും കോൺഗ്രന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സോ ആദ്യം ഇത് പാരലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. പാരലോഗ്രാം നമുക്കറിയാം ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. നമുക്കറിയാം therefore അപ്പോൾ എ ബി പാരലൽ ടു ഡി സി ആണ്. നമുക്കറിയാം എ ബിയും ഡി സിയും പാരലലാണ്. ആൻഡ് എ സി ഈസ് എ ട്രാൻസ്വേഴ്സ് അല്ലേ. therefore angle DCA which is equal to angle BAC. കാരണം alternate interior angles നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. 2 പാരലൽ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോഴുള്ള ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ് ഇത് രണ്ടും. അത് രണ്ടും ഈക്വൽ ആണ്. ഇനി 2 ട്രയാങ്കിളും കോമൺ ആണ്. എ സി ഈക്വൽ ടു എ സി കോമൺ. ഓക്കെ, ഇതേപോലെ തന്നെ എ ഡി പാരലൽ ടു ബി സി ആൻഡ് എ സി ഈസ് എ ട്രാൻസ്വേഴ്സ് അല്ലേ. ആദ്യം നമ്മളെടുത്ത് എ ബി പാരലൽ ടു ബി സിയും എ സി ട്രാൻസ്വേഴ്സ്. ഇതാണ് എ ഡി പാരലൽ ടു ബി സി ആൻഡ് എ സി ഈസ് എ ട്രാൻസ്വേഴ്സ്. ഓക്കെ, therefore angle DAC which is equal to angle BCA. എന്താണ് റീസൺ? ഇവിടുത്തെ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. ഇപ്പൊ നമ്മൾ നോക്കിയേ, ആദ്യം നമുക്ക് കിട്ടിയത് എന്താണ്ട് ഡി സി എയും ഡി എ സിയും ഈക്വൽ ആണെന്ന് കിട്ടി. അത് കഴിഞ്ഞ് ഈ സൈഡ് കിട്ടി. പിന്നെ എന്താണ്, ഈ 2 ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. സോ ബൈ എന്ത് റൂള്? ആംഗിൾ സൈഡ് ആംഗിൾ. അത് റൂൾ വെച്ച് എന്ത് കിട്ടി നമുക്ക്? നൗ ട്രയാംഗിൾ എ ബി സി കോൺഗ്രന്റ് ട്രയാംഗിൾ എ ഡി സി എ എസ് എ കോൺഗ്രൻസ് റൂൾ വെച്ച് നമ്മൾ വേറെ ഒരു പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടില്ല. നമുക്കറിയാവുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. പാരലലിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ. ഇതൊക്കെ നമ്മൾ ഇനി പ്രൂവ് ചെയ്യത്തേ ഉള്ളൂ. അതൊക്കെ ഇനി പ്രൂഫുകളാണ് വരുന്നത്. അതുകൊണ്ടാണ് അതൊന്ന് യൂസ് ചെയ്യാത്തത്. നമുക്കറിയാവുന്ന ഒരു കാര്യമായിരുന്നു പാരലലും ട്രാൻസ്വേഴ്സിലും വെച്ചുള്ള പ്രോപ്പർട്ടീസ്. സോ ഒരു പാരലോഗ്രത്തിന്റെ ഡയഗണല് അതിനെ 2 ഈക്വൽ കോൺഗ്രന്റ് ട്രയാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ സെക്കൻഡ് തിയറം. ഇനി പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് എ ഡി ഈക്വൽ ടു ബി സി എന്നും എ ബി ഈക്വൽ ടു ബി സി എന്നും പ്രൂവ് ചെയ്യണം അല്ലേ. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ളത് ഗിവൺ എ ബി സി ഡി പാരലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ടു പ്രൂവ് എന്താണ്? എ ബി ഈക്വൽ ടു ഡി സി ആൻഡ് എ ഡി ഈക്വൽ ടു ബി സി. നമുക്കിത് പ്രൂവ് ചെയ്യാൻ ഞാൻ ഇനി എല്ലാത്തിലും ഇങ്ങനെ ഗിവൺ ടു പ്രൂവ് ഒന്നും എഴുതുന്നില്ല. കുറച്ച് സ്ഥലപരിമിതി ഉണ്ടാവട്ടാണ്. ഇത് പ്രൂവ് ചെയ്ത് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്തത് എന്താ, ഏതൊരു പാരലോഗ്രത്തിന്റെ ഡയഗണൽ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ എഴുതാം ജോയിൻ എ സി. ഡയഗണൽ ലൈനെ 2 ഈക്വൽ ട്രയാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യില്ല. നമ്മൾ കണ്ട് എ സി കോൺഗ്രന്റ് ട്രയാംഗിൾ എ ഡി സി കോൺഗ്രന്റ് ട്രയാംഗിൾ എ ബി സി തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്തു അല്ലേ. സോ ഈ ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാണ്, ഇവിടെ വരെ പ്രൂവ് ചെയ്യുക. അതിനുശേഷം ഇത് രണ്ടും കോൺഗ്രുവന്റ് ആണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് പാർട്ടായ എ ഡിക്ക് കറസ്പോണ്ടിങ് ആണ് ബി സി, അതുപോലെ എ ബിക്ക് കറസ്പോണ്ടിങ് ആണ് ഡി സി, സി പി സി. ഇത് ഞാൻ വളരെ എളുപ്പം പറഞ്ഞു നിർത്തിയത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തു ഏതൊരു ഡയഗണൽ എടുത്താലും 2 ഈക്വൽ കോൺഗ്രുവന്റ് ട്രയാംഗിൾ. കോൺഗ്രുവന്റ് ട്രയാംഗിളിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആയതുകൊണ്ട് എ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി സി ഈക്വൽ ആണ്, എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി സി ഈക്വൽ ആണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്, ഏതൊരു പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ. അപ്പോൾ ഇത് എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? അതിന്റെ ആൻസർ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഫസ്റ്റ് തിയറം 1ന്റെ
തിയറം 1ന്റെ പ്രൂഫ് പ്ലസ് ഇതൂടെ ചേർത്ത് എഴുതണം, എന്നാലേ ഇത് ഫിനിഷ് ആവും. ഞാൻ തിയറം 1 ഇപ്പൊ ജസ്റ്റ് പ്രൂവ് ചെയ്തേ ഉള്ളൂ, അതുകൊണ്ടാണ് അതിന്റെ കൂടെ തന്നെ പറയുന്നത്. ഓക്കെ, അപ്പം ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണെന്ന് കാണിക്കുക. നമ്മൾ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ പിന്നെ എളുപ്പമായിരിക്കും. കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണെന്ന് കാണിക്കുക, അതിനുശേഷം അതിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണെന്ന് കാണിക്കുക. ഓക്കെ, സോ തേർഡ് തിയറം, if each pair of opposite sides of a quadrilateral are equal, then it is a parallelogram. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തെന്തായിരുന്നു, ഒരു പാരലോഗ്രാം ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്തത്. ഇത് തിരിച്ച് ഏതൊരു ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അത് പാരലോഗ്രാം ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഗിവണൊക്കെ എന്താ തന്നിരിക്കുന്നത്, ഗിവൺ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പം ഞാൻ പാരലോഗ്രാം ABCD അല്ല ഒരു ക്വാഡ്രിലാറ്ററൽ ABCD എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകളായിട്ടുള്ള AB ഈക്വൽ ടു DC ആണ്, AD ഈക്വൽ ടു BC ആണ്. ഇത്രയും നമുക്കറിയാം ഇല്ലേ? ഞാൻ ഒരു കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്, ഒരു ഡയഗണൽ വരച്ചിട്ടുണ്ട്. പ്രൂവ് ചെയ്യേണ്ടത് ABCD ഒരു പാരലോഗ്രാം ആണെന്നാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം വേണ്ടത് നമ്മൾ ഗിവൺ ഉണ്ട്. ഗിവൺ ഇതാണ്, ഞാൻ എന്തായാലും ഒന്ന് എഴുതിയിരിക്കുന്നു. ഗിവൺ നമുക്ക് തന്നിരിക്കുന്നത് AB ഈക്വൽ ടു DC ആൻഡ് AD ഈക്വൽ ടു BC ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് ABCD ഈസ് എ പാരലോഗ്രാം, നമുക്കൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്, ജോയിൻ AC. നമ്മൾ പ്രൂഫ് ചെയ്യാൻ പോവാണ്. അതിന്റെ ട്രയാങ്കിൾ ഉണ്ടല്ലോ നമുക്കൂടെ, ഇൻ ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ ABC, രണ്ട് ട്രയാങ്കിൾ. ആ രണ്ട് ട്രയാങ്കിളിൽ നമുക്ക് AB ഈക്വൽ ടു DC ഗിവൺ. ഓക്കെ, AC ഈക്വൽ ടു AC കോമൺ തന്നിട്ടുണ്ട്, നമുക്ക് ഈക്വൽ ആണ്. നെക്സ്റ്റ് AD ഈക്വൽ ടു BC ഗിവൺ തന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് ട്രയാങ്കിളിലെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 സൈഡുകൾ ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ എന്താണ്, therefore triangle ADC congruent to triangle ABC by SSS congruence rule അല്ലേ? സോ SSS congruence rule വെച്ച് ഈ രണ്ട് ട്രയാങ്കിളും എന്തായി, കോൺഗ്രുവന്റ്. അങ്ങനെയാണെങ്കിൽ now angle DCA which is equal to angle DAC, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിളും ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിളാണ് DCAയും BACയും. റീസൺ CPCT. ഇനി വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. നോക്ക്, ABയും DCയും രണ്ട് ലൈൻസ് ആണ്, AC ഒരു ട്രാൻസ്വേഴ്സലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ് DCAയും BACയും. അങ്ങനെയുള്ള ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈൻസും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. പെയർ ഓഫ് alternate interior angles are equal, therefore AB parallel to BC. Similarly കൊടുത്താൽ മതി. ഒരു കേസ് പോലെ തന്നെയാണ് അടുത്ത പ്രൂവ് ചെയ്യുന്നതെങ്കിൽ സിമിലർലി കൊടുത്താൽ മതി. നമുക്കെല്ലാം അടുത്ത പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് മാറ്റിയിട്ട് തിരിച്ച് BD എന്നുള്ള കൺസ്ട്രക്ഷൻ ആക്കണം. ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം, അതിന്റെ ആവശ്യമില്ല. സിമിലർലി AD പാരലൽ ടു BC. ഇപ്പൊ നമുക്ക് എന്തായി, ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് എന്തായി, പാരലൽ ആയി. therefore ABCD is a parallelogram. നമ്മളിവിടെ എല്ലാം പാരലലും ട്രാൻസ്വേഴ്സ്, ഏറ്റവും കൂടുതൽ യൂസ് ഉള്ള ഒരു നമ്മുടെ മാത്സിലൊരു സബ്ജക്റ്റ് ആണ് പാരലൈനും ട്രാൻസ്വേഴ്സ്. സോ എല്ലാം സിമ്പിളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. നമ്മൾ ചെയ്ത് തന്നെ തിരിച്ചും മറിച്ച് നമ്മളിപ്പോൾ തന്നെ 3 തിയറം ചെയ്തു, ഇനിയും ഉണ്ട് ചെയ്യാൻ. സോ ഈ തിയറംസ് എല്ലാം കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക.
സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാൻ പാടില്ല. സ്റ്റേറ്റ്മെൻറ്റ് സ്വന്തമായിട്ട് എഴുതി വെച്ചിട്ട് പ്രൂഫ് ചെയ്ത് പഠിക്കുക. എക്സാമ്പിൾ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാ തിയറംസും അതിൻ്റെ പ്രൂഫുകളും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് പുതിയ ചാപ്റ്ററാണ്, വലിയ ചാപ്റ്ററാണ്. നമുക്ക് എല്ലാ തിയറംസും ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് കുറച്ച് പഠിക്കാം. സോ സ്റ്റഡി ഡീപ്ലി ആൻഡ് സ്റ്റഡി കെയർഫുള്ളി. Now we can conclude our today's section. We'll see you on the next class with our next theorem. Thank you.